ഇന്ന് നമുക്ക് കുറച്ച് ഷോപ്പിംഗൊക്കെ ആവാട്ടോ. പോയിട്ട് കുറച്ച് വൈകിയേ വരുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ നമ്മുടെ അംഗൻവാടി കേറിയിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. കുറച്ച് ഗോതമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങിച്ചിട്ട് നേരെ ഇതാ നമ്മള് കുഞ്ഞിന് മോൾക്കും വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാട്ടോ. അതായത് മോൾക്ക് ചോറ് കൊടുപ്പിനുള്ള കുഞ്ഞുമുണ്ടും പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഷർട്ടും മുണ്ടും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ MKയിൽ വന്നു കേട്ടോ. ഇവിടെ അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുകയാണ്. പിന്നെ ക്രിസ്മസിൻ്റെയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ എന്തോ വാർഷികം നടക്കുന്നതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നിങ്ങൾ നേരെ ഷർട്ട് എടുക്കാനാണ് വന്നത്. ഇവിടെ അധികം നേരം നിൽക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു മെറ്റീരിയൽ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ സെയിം കളർ നോക്കിയെടുത്താൽ മതി. 2 ഷർട്ട് എടുത്തിട്ടു. അതിൽ ഒരെണ്ണം ഞങ്ങൾ എടുത്തിട്ട് ഇത് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിനത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് പരിവ് കേട്ടോ. ഇനി പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ എന്താ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മുടെ കള്ളിപ്പെണ്ണാണെങ്കിൽ ഇന്ന് ഫുള്ള് ഹാപ്പി ആയിട്ട് ഇവിടെ ഓരോ പരിപാടിയൊക്കെ നടക്കുന്നതൊക്കെ കണ്ടും ആളിങ്ങനെ എല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ആൾക്കാരൊക്കെ കാണുമ്പോൾ ആൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇതാ നമ്മൾ ഷർട്ട് എടുത്തിട്ട് നേരെ ഇതാ നമുക്ക് നേരിയതും പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു മുണ്ടും വേണമായിരുന്നു. അങ്ങനെ അതും എടുത്തിട്ട് പിന്നെ താഴെ വന്ന് മുണ്ടും എടുത്തതിന് ശേഷം എനിക്ക് പിന്നെ ലൈനിങ് വേണമായിരുന്നു. അങ്ങനെ ലൈനിങ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതായത് ബ്ലൗസൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മോൾക്ക് കുഞ്ഞുടുപ്പ് തയ്ക്കാനുള്ള ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ സ്കേർട്ടിനുള്ള മെറ്റീരിയൽ എടുക്കുന്നുണ്ടായിരുന്നു. അതായത് മോൾക്ക് വേണ്ടിയിട്ട്. എനിക്കിതാ ഇവിടെ കിടക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഞാനിത് എടുക്കാൻ എനിക്ക് പിന്നെ ഞാൻ വെറുതെ ക്യാഷ് കളയണ്ട എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ എടുത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. സ്കേർട്ടൊക്കെ അടിച്ചങ്ങോട്ട് ഇടാൻ അടിപൊളിയായിരിക്കും കേട്ടോ. അത് ഞാൻ നോക്കി വെച്ച് ഇനി പിന്നെ എന്തെങ്കിലും വന്ന് എടുക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ വാർഷികമൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലഡുവൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഇതാ മോൾക്കുള്ള സ്കേർട്ടിനുള്ള മെറ്റീരിയലും കൂടെ ഞാൻ കട്ട് ചെയ്ത് മേടിച്ചിട്ട് ബിറ്റ് പീസ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ലൈനിങ്ങിനുള്ള, അതായത് മോൾക്ക് സ്കേർട്ടിന് വേണമെങ്കിൽ ലൈനിങ് ഇടാം എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ കുഞ്ഞൻ ബില്ലടിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുഞ്ഞു കുഞ്ഞു ഫ്രോക്കുകൾ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കയറി നോക്കിയാട്ടോ. നല്ല രസമുണ്ട്. മോള് വലുതാകുമ്പോൾ അങ്ങനത്തേക്ക് ഇട്ട് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ കരുതി ഞാൻ പോയി നോക്കിയതാണ്. അങ്ങനെ ഇതാ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറായിട്ടോ. നമ്മൾ ഇറങ്ങിയപ്പോൾ പിന്നെ നമുക്ക് ഒരു ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ സ്വീറ്റ്സും എന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിൽ നിന്ന് നേരെ ഇതാ ബീച്ചിലോട്ട് വന്നു നിന്നിട്ടേ ഞാൻ ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ കാണുമല്ലോ. അങ്ങനെ നോക്കിയതാണ് കേട്ടോ. അതൊക്കെയായിരുന്നു കേട്ടോ അതിനകത്ത്. അങ്ങനെ പിന്നെ അവിടെ വന്നിട്ട് മോൾക്ക് പാലൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ പതിയെ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഇത്തിരി നേരം അവിടെയൊക്കെ നിന്നിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മോൾക്ക് ഇതൊക്കെ കാണുമ്പോഴും ലൈറ്റും ആൾക്കാരൊക്കെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ മോൾക്ക് മാത്രമല്ല, എനിക്ക് ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും മനസ്സിനകത്ത് എന്തോ ഒരു വല്ലാത്തൊരു സമാധാനം തോന്നാറുണ്ട്. കുറേ ആൾക്കാരെയും പിന്നെ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും വന്നിരിക്കും കേട്ടോ, കുട്ടികളൊക്കെ ആയിട്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനകത്തൊരു വല്ലാത്ത സന്തോഷമൊക്കെ തോന്നും. കുഞ്ഞുങ്ങളൊക്കെ അവിടെ കിടന്ന് കളിക്കുന്നതൊക്കെ. ഞാനാണെങ്കിൽ ഇവിടെ ഞങ്ങൾ കൊല്ലത്തോട് മാറിയതിന് ശേഷം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാനും കുഞ്ഞിനും കൂടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാത്രിയിലൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. വന്നിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു മനസ്സിനകത്ത് എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നും. ചില സമയങ്ങളിൽ നമുക്കൊരു ഡിപ്രഷൻ മൂഡ് വരുമല്ലോ. എനിക്കങ്ങനെ വരാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. ചില സമയത്ത് ദേഷ്യവും സങ്കടവും കരച്ചിലും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് വരുന്നൊരു നിമിഷങ്ങളുണ്ട്. കാരണം നമ്മുടെ മനസ്സിനകത്തുള്ള പ്രയാസങ്ങൾ അതൊരു വല്ലാത്തൊരു ഫീലായിട്ട് മാറുമല്ലോ. ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ പുറത്ത് പോയി കുറച്ച് നേരം ഇരുന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കടുത്ത് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനകത്തൊരു സമാധാനം ഒരു സന്തോഷമൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്കങ്ങനെ ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രഗ്നൻ്റ് ആയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് ഈ പരിസരത്ത് പോലും വന്നിട്ടില്ല. എനിക്ക് ആ ഒരു സമയത്തൊക്കെ ഇങ്ങോട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആദ്യമൊക്കെ ബെഡ് റെസ്റ്റ്, അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യാനൊക്കെ പേടിയായിരുന്നു. കാരണം മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ. നമ്മുടെ റോഡൊക്കെ നല്ല മോശമായിട്ട് കിടക്കുമായിരുന്നല്ലോ, ഇങ്ങോട്ട് റോഡ് പണിയൊക്കെ ആയി കിടക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ടൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു. അതുകൊണ്ട് ഇങ്ങോട്ട് വരാറേ ഉണ്ടായിരുന്നില്ല. അപ്പം ഡെലിവറിക്ക് ശേഷമായിട്ട് ഇങ്ങോട്ട് വരുന്നത് തന്നെ. അങ്ങനെ നമ്മൾ വന്നിട്ട് പിന്നെ ഒരു പാനിപ്പൂരി കഴിച്ചു. എനിക്ക് പാനിപ്പൂരി കഴിക്കാനൊരു കൊതിയായിട്ട് വയ്യായിരുന്നു. അങ്ങനെ പിന്നെ ഒരു സെറ്റ് മേടിച്ചു. അമ്മ കഴിച്ചില്ല. കുഞ്ഞിനെ ഞാൻ പിന്നെ നിർബന്ധിച്ച് കൊടുത്തു. കുഞ്ഞൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ 1-2 കഴിക്കുമെന്ന് പറഞ്ഞ് കൊടുത്തു. അമ്മയ്ക്കാണെങ്കിൽ ഒരു ചോളം വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ മുക്കാൽ ഭാഗം ഞാനാണ് കഴിച്ചത്. അമ്മ പറഞ്ഞു എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അമ്മയ്ക്ക് ആഗ്രഹിച്ച് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞൻ പറഞ്ഞു ഞാൻ എന്നാൽ ഒരു ഐസ്ക്രീം കഴിക്കാം
കഴിക്കാം. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾക്കും ആകാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. അവിടെ നിൽക്കുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്ക് കൊല്ലിയാനൊക്കെ മിന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇടിയോ മഴയോ അങ്ങനെയൊന്നും ഇല്ല. കൊല്ലിയാൻ ഇങ്ങനെ നല്ല രസമായിരുന്നു പക്ഷെ കാണാൻ. പക്ഷേ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഉള്ളിലൊരു പേടിയുണ്ട്, ഞാനിങ്ങ് പോരുന്നു. അങ്ങനെ എന്താ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നേരെ നമ്മൾ ടോയ് ഷോപ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ആദ്യക്കുട്ടന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോഴാണ് ഇതാ ഡോറ പൂച്ചയെ കണ്ടത്. നല്ല രസമുണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. മോളിത്തിരിയും കൂടെ വലുതാകുമ്പോഴത്തേക്ക് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ ആദ്യക്കുട്ടിനുള്ള ഗിഫ്റ്റ് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം അത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വീട്ടിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ വന്ന് വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആട്ടോ ഇറങ്ങിയത്. അങ്ങനെ ഇതാ വരുന്ന വഴിക്ക് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. പാലും മറ്റെന്തൊക്കെ സാധനങ്ങൾ തീർന്നിരിക്കുകയാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു കപ്പലണ്ടി മിഠായി കണ്ടത്, വേറൊരു ഷേപ്പിൽ കേട്ടോ. എന്നിട്ട് അടുക്ക എൻ്റെ ബദാം പരിപ്പൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം അടിപൊളിയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ പിന്നെ ഇതാ മോള് നല്ല ഉറക്കമാണ്. ഒരു പാക്കറ്റായിട്ട് ഇങ്ങനെ കത്തിയും കത്രികയും മറ്റു സാധനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാട്ടോ. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരെണ്ണം ഞാൻ നോക്കിയതാണ്. അവിടെ ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നോക്കിയപ്പോഴത്തേക്ക് അതിനെനിക്ക് ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഞാൻ വേറെ നല്ലത് നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ ഞാനത് അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ മാറി. പിന്നെ ഇതാ ഇവിടെ നിറയെ സാധനങ്ങൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞു ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കൊണ്ടുപോയി കുക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. അവിയലിനും സാമ്പാറിനും തോരനും വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ജ്യൂസ് ഞങ്ങൾ മറ്റേ ലുലു മാളിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് എടുത്തൊന്നുമില്ല. കുഞ്ഞൻ കണ്ടപ്പോൾ ഇങ്ങനെ ആ ഒരു കൗതുകത്തിലങ്ങ് എടുത്തതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ബില്ലൊക്കെ അടിച്ചിട്ട് ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങളിതാ ഫുഡ് മേടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കുറേ സമയമാവും. അവിടെ വരുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ ഫുഡും വാങ്ങിച്ചിട്ട് നേരെ പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോഴത്തേക്ക് ജിം ജാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം ഭയങ്കര നൊസ്റ്റാൾജിയാണ് കേട്ടോ, ഈ ഒരു സാധനം. അതുകൊണ്ട് കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ പണ്ടത്തെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി മേടിച്ചതാണ്. ഞാനിത് മണത്ത് നോക്കുമ്പോൾ തന്നെ ഒരു മണം വരും കേട്ടോ ഇതിനകത്ത്, ആ ഒരു ജാമിൻ്റെ അങ്ങനെയൊക്കെ. അങ്ങനെ അതിൽ നിന്ന് 2 കഴിച്ചു. പിന്നെ ഓരോന്നൊക്കെ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കാലിയായിട്ടുണ്ടായിരുന്നു, കാരണം 4-5 പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിനകത്ത്. പിന്നെ ഇതാ ഒരു പാക്കറ്റ് എള്ളുണ്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മേടിക്കാൻ വേറെ കാരണമുണ്ട് കേട്ടോ. എന്തെന്ന് വെച്ചാൽ എനിക്ക് പീരീഡ്സിൻ്റെ ഡേറ്റ് ആയിട്ട് പോലും ഇതുവരെ ആയിട്ടില്ല. മോളുടെ ചോറുണ്ട് സമയം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്പലത്തിൽ കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആകാൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്കാത്ത സാധനങ്ങൾ ചുരുക്കുക. പക്ഷേ ഇതുവരെയും അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും ആവുന്നതും ഇല്ല. ഇനി എന്താണെന്നുള്ള രീതിയിൽ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. ഋതുട്ടനാണെങ്കിൽ ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ, സീ യു.